ഹായ് ഓൾ, വെൽക്കം ടു സ്പൈസി ആൻഡ് ഈസി. സ്പൈസി ആൻഡ് ഈസിയുടെ പ്രേക്ഷകർക്ക് ഹൃദ്യമായ വിശ്വാസങ്ങൾ. എൻ്റെ പേര് മഞ്ജു, പാലക്കാടാണ് വീട്. ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നല്ല റെസിപ്പീസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതുപോലെ വളരെ എളുപ്പമുള്ള ഒരു പാലക്കാടൻ വിഷുക്കഞ്ഞിയും പുളിയവരയ്ക്ക് ഉപ്പേരിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടിഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഒരു വർഷത്തോളമായി എനിക്ക് തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. ആദ്യം ഉണ്ടാക്കുന്നത് പുളിയവരയ്ക്ക് ഉപ്പേരിയാണ്. ഇതാണ് പുളിയവരയ്ക്ക, ഇംഗ്ലീഷിൽ ബട്ടർ ബീൻസ്. ഇത് ഞങ്ങൾ പാലക്കാട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേർക്കുക. പുളിയവരയ്ക്ക കഴിച്ചാൽ ഗ്യാസിലായിരുന്നാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1 കപ്പ് വലിയ ഉള്ളി ചെറുതായി മുറിച്ചതാണ്. ഇത് നന്നായി വഴറ്റുക. ഒരു പിങ്ക് നിറമാവും, അതുവരെ നമ്മൾ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കാം. ഉള്ളി നന്നായി വഴന്നു വരുന്നുണ്ട്. അത് വഴന്നു വരുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് 1/4 ടീസ്പൂൺ ഒഴിവാക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമണം മാറുന്ന വരെ ഇത് നന്നായി ഒന്ന് വഴറ്റുക. നന്നായി വഴന്നു വരുന്നുണ്ട്. പച്ചമണവും മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പുളിയവരയ്ക്ക ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വേവിച്ചെടുക്കാൻ. കുറച്ചേ വെള്ളമുള്ളൂ, അത് കാരണം ചെറിയ തീയിൽ മതി, വേവിച്ചാൽ മതി. അടച്ചു വെക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സായി കിട്ടും. ചെറു തീയിൽ കുറച്ച് നേരം ഇട്ട ശേഷമാണ് അപ്പോൾ അത് തുറന്നത്. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണ്. 1 ടീസ്പൂൺ ഉപ്പ് ധാരാളമാണ്. എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. പുളിയവര നല്ലോണം വേവിക്കാം. അത് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ മുളക് പൊടി ഉപ്പൊക്കെ നന്നായി പിടിക്കൂ. അപ്പോൾ അതൊരു 8-9 വിസിലായാലും കുഴപ്പമില്ല. നല്ലോണം വേവിക്കുക. ഇനി നമ്മുടെ വിഷുക്കഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ: 1/2 കപ്പ് പച്ചരി, ഇത് മട്ടപ്പച്ചരി. ഞാനിത് നുറുക്കാണ് എടുത്തിരിക്കുന്നത്, പൊടിയരി ടൈപ്പ്. ഇത് എടുക്കാൻ കാരണം ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ വേവ് കറക്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. എന്നാലേ ഇത് ഒന്നിച്ച് പോകുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് നുറുക്ക് പച്ചരിയാണ്. പറയാൻ മറന്നു, ഇത് 1/2 കപ്പ് മട്ടപ്പച്ചരി. ഇത് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ്. തോലോട് കൂടിയിട്ടുള്ള ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വറക്കുക. ലേശം ബ്രൗൺ നിറമാവുന്നത് വരെ ഇതൊന്ന് വറക്കുക. 2 ടീസ്പൂൺ പുളിയവരയ്ക്ക. ഇതൊന്ന് ചെറുതായി ചൂടാക്കുക. ചൂടാക്കിയ ശേഷം ഇതൊന്ന് അമ്മിയിലിട്ടിട്ടൊന്ന് ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തോല് വേറെ കിട്ടും. നമുക്കിതിൻ്റെ തോല് കളഞ്ഞിട്ട് വേണം ഇടാൻ. 1 കപ്പ് നാളികേരം. ഈ നാളികേരം കഞ്ഞി വെന്ത ശേഷം ചേർക്കുന്നതാണ്. ഈ 4 ചേരുവകളും കൂടെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് ഒരു 6 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിത് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കണം. അതായിരിക്കും നന്നാവുക, കാരണം എല്ലാത്തിലും ഉപ്പ് പിടിക്കും. ഇതിൽ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. തോലോട് കൂടിയ ചെറുപയർ പരിപ്പ്, പച്ചരി, മട്ടപ്പച്ചരി, പുളിയവരയ്ക്ക.
1 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഞാനതിൽ ഒഴിക്കുന്നത്. വെന്ത് കഴിഞ്ഞ ശേഷം കഞ്ഞിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് തോന്നിയാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. 1.5 സ്പൂൺ ഉപ്പ്, ഒരു 6 വിസിൽ വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് കഞ്ഞി നാടൻ രീതിയിൽ കുടിക്കാനൊരു സംഭവം. ഇത് നമ്മുടെ വാഴപ്പോളയാണ്. അതിലേക്ക് ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. ഈ വാഴയില ഞാനൊന്ന് വാട്ടിയിട്ടുണ്ട്, ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ടാണ് കഞ്ഞി ഒഴിക്കാൻ പോകുന്നത്. 6 വിസിലായി, കഞ്ഞി വെന്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. കഞ്ഞി വെന്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ വെള്ളമാണ് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറ്. വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഇളക്കിയ ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. കുറച്ചൊന്ന് പരന്ന പാത്രമാകുമ്പോൾ തിളയ്ക്കാനും സൗകര്യമാണ്. തിളച്ച് വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചേർക്കുക. എന്നിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്യാം. ഈ കഞ്ഞിയിൽ നന്നായി ഒന്ന് തേങ്ങ എല്ലാ ഭാഗത്തും എത്തിക്കാം. പപ്പടം, കൊണ്ടാട്ടം ഇതൊക്കെ അതിനോട് നല്ല ടേസ്റ്റാണ്. പിന്നെ തൈര് ചേർത്തിട്ടുള്ള എല്ലാ കറികളും, അവിയൽ, മാമ്പഴ പുളിശ്ശേരി ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതാണ് പാലക്കാടൻ വിഷുക്കഞ്ഞി. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ കഞ്ഞി പോലെ വളരെ ലൂസായിട്ടുള്ള സംഭവമല്ല, കുറച്ചൊരു തിക്നെസ് ഉണ്ടാവുന്നത്. ഇനി വെള്ളം പോലെയാണ് ഇഷ്ടം വെച്ചാൽ കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഈ കൺസിസ്റ്റൻസിയെ പ്രിഫർ ചെയ്യണത്. അമ്മയുടെ സെയിം റെസിപ്പി.